ഹരീഷൻ സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് ഓർമ്മയില്ലേ? ആ വിടവുള്ള പല്ലും മോണ കാട്ടിയുള്ള ചിരിയും ആനയെ വലിച്ചു കയറ്റാവുന്ന മൂക്കിന്റെ ദ്വാരവും പിന്നെ ത്രികോണം എന്നുള്ള നടപ്പും കണ്ട ഏത് പെണ്ണ് വരുമെന്ന ആ മത്തങ്ങ കവളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിൽ നിന്ന്. പല്ലിനിടയിലെ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഒന്നില്ലെങ്കിൽ ക്ലിയർ അലൈനറോ അല്ലെങ്കിൽ വെനീറോ വഴിയോ ഗ്യാപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ആനയെ വലിച്ചു കയറ്റാൻ പറ്റുന്ന മൂക്കിന്റെ സൈസ് ചെറുതാക്കാൻ, നമുക്ക് സൈസ് ചെറുതാക്കണമെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒന്നില്ലെങ്കിൽ റൈനോപ്ലാസ്റ്റി സർജറിയോ അല്ലെങ്കിൽ ആരാപ്ലാസ്റ്റി, അതായത് നമ്മുടെ മൂക്കിന്റെ ഈ സൈഡിലുള്ള സൈസിന്റെ ചെറുതാക്കി ആനയെ വലിച്ചു കയറ്റാൻ വലിപ്പമുള്ള മൂക്കിന്റെ സൈസ് നമുക്ക് ചെറുതാക്കാം. അതുപോലെ തടിച്ച കവള്, അതായത് കവള് നല്ല തടിച്ചിരിക്കുക, അതിന് ചെയ്യാൻ പറ്റുന്ന എന്താ? ബക്കൽ ഫാറ്റ് പാഡ്, നമ്മുടെ ഇവിടെയുള്ള ബക്കൽ ഫാറ്റ് പാഡ് റിമൂവ് ചെയ്യുക. അപ്പൊ എന്താവും? നല്ല ഷേപ്പായിട്ട് നമ്മുടെ ഈ തടിച്ച കവളുകളൊക്കെ നമുക്ക് അതിന്റെ സൈസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ അതുള്ള കാര്യം എന്താ വെച്ചാൽ ചളുങ്ങിയ മൂക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള മൂക്കാക്കാൻ നമുക്ക് നോസ് ജോബോ റൈനോപ്ലാസ്റ്റി സർജറി ചെയ്ത് നമ്മുടെ മൂക്ക് ചെരിഞ്ഞതോ നേരെയോ ആക്കി നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ തോള് ചരിച്ചുള്ള നടത്തം, അതൊരു ഭംഗിയല്ലേ, അതൊന്നും ചെയ്യണ്ട.